റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം ഇന്ന് തീരും നാളെ തീരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും. പക്ഷേ ഇരു രാജ്യങ്ങളുടെയും ചില നിബന്ധനകൾ അത് പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതിൽ തട്ടിയാണ് ഈ ഒരു യുദ്ധം നീണ്ടുപോകുന്നത്. ഇപ്പോൾ പറയുന്നത് ക്രിമിയ വിട്ടുകൊടുക്കാനാകില്ല എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. പക്ഷേ യുക്രൈൻ പറയുന്നത് പറ്റില്ല, ക്രിമിയ തിരിച്ചു വേണം, മാത്രമല്ല നാറ്റോ അംഗത്വം കൂടി വേണമെന്ന് പറയുന്നു. 2014 മാർച്ച് 18 ക്രിമിയയെ റഷ്യയുടെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിൽ ചില പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും ഒക്കെ ആ സമയത്ത് മറ്റു പല ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രിയന് തോന്നുന്നത്? ക്രിമിയ വിട്ടുകൊടുക്കാൻ പുടിൻ തയ്യാറാകുമോ? ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം അതൊരു റഫറൻഡത്തിൽ കൂടെയാണ് വന്നത്, ജനഹിത പരിശോധനയിൽ കൂടെയാണ് റഷ്യയുടെ ഭാഗമായിട്ട് ക്രിമിയ മാറിയിരിക്കുന്നത്. അങ്ങനെ സ്വന്തമായിരിക്കുന്ന ഒരു പ്രദേശം റഷ്യ വിട്ടുകൊടുക്കും എന്നുള്ളത് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇപ്പോഴും ക്രിമിയയിൽ ഒരു തമാശ എന്ന് പറയുന്നത്, ക്രിമിയയിൽ ഉക്രൈനും സ്വാധീനമുണ്ട്, റഷ്യയ്ക്കും സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. പല ഉക്രൈൻ്റെ സർക്കാർ ഓഫീസുകളും എല്ലാം തന്നെ ഈ ക്രിമിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരൊരിക്കലും തന്നെ അവിടുന്ന് പിൻവാങ്ങുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ റഷ്യയുടെ അധീനതയിൽ തന്നെയാണ് ഈ പ്രദേശം എന്നുള്ളതുമാണ്. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ചരിത്രപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പ്രദേശം എല്ലാ കാലത്തും ഏതെങ്കിലുമൊക്കെ സാമ്രാജ്യങ്ങളുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ്. ഓട്ടോമൻ എംപയറിന്റെ ആയാലും ശരി തന്നെ, ഈ പറയുന്ന പോലെ ഗ്രീക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു, മംഗോളിയയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ടർട്ടാർസാണ് അവസാനം എനിക്ക് തോന്നുന്നു അവരുടെ കയ്യിൽ നിന്നാണ് ബോൾഷെവിക്കുകളൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ ചരിത്രമുണ്ട്. ഒരു കരീബിയൻ സമുദ്രത്തിന് ബ്ലാക്ക് സീക്ക് എടുത്താൽ, ബ്ലാക്ക് സീക്കും ഈ പറയുന്ന പോലെ തന്നെ അസസ് സീക്കും അടുത്ത് ഇടയിൽ കിടക്കുന്ന ഒരു ദ്വീപാണ് ഈ പറയുന്ന ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശം വലിയ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശവും കൂടിയാണ്. ആ പ്രദേശം തിരിച്ച് പിടിക്കാനാണ് ഉക്രൈൻ ശ്രമിക്കുന്നത്. ഉക്രൈൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെലൻസ്കി ട്രംപിനെ കണ്ടപ്പോഴും ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് ഈ പ്രദേശം തിരിച്ചു വേണം, തങ്ങളുടെ കയ്യിലേക്ക് വരണം. അതൊരിക്കലും നമ്മൾ ഈ പറയുന്ന ഒരു രാജ്യം അതിൻ്റെ ഒരു ഭാഗത്തെ നഷ്ടപ്പെട്ടാൽ എങ്ങനെ വേദനിക്കുമോ അതുപോലെ വേദനിച്ചിട്ടാണ് ഉക്രൈൻ പറയുന്നത്, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണിത്, സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, വാണിജ്യ കാര്യങ്ങൾക്കെല്ലാം അതീവമായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാനായി തങ്ങൾ തയ്യാറാകില്ല എന്നൊരു നിർബന്ധ ബുദ്ധിയിലാണ് ഈ പറയുന്ന റഷ്യ നിൽക്കുന്നത്, ഉക്രൈൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ബാധിക്കപ്പെടുന്നത് ആ ജനസമൂഹത്തെ ആകെയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പോലെ നിൽക്കണം. അത് റഷ്യയുടെ ഒപ്പമാണ്. അതാണ് റഫറൻഡത്തിൽ കൂടെ അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, തായ്വാൻ്റെ മേൽ ചൈന എപ്രകാരമാണോ തങ്ങളുടെ അധീശത്വം പുലർത്തുന്നത്, തങ്ങളുടേതാണെന്ന് പറയുന്നത്, അതേ പ്രകാരമാണ് ഉക്രൈനും ക്രിമിയയെ തങ്ങളുടേതാണെന്ന് പറയപ്പെടുന്നത്, ഇല്ലെങ്കിൽ റഷ്യ പറയുന്നത്, രണ്ടുപേരും പറയുന്നത്. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്കിഷ്ടം ഈ പറയുന്ന പോലെ റഷ്യയുടെ ഭാഗമായിട്ടിരിക്കാനാണ് എന്നുള്ളതാണ് വസ്തുത. അത് റഫറൻഡത്തിൽ കൂടെ അത് സമ്മതിച്ചതുമാണ്. ഇപ്പോൾ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ ഈ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമൊക്കെ റഷ്യയുടെ കയ്യിലേക്ക് ക്രിമിയ പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. 2014 റഫറൻഡത്തിൻ്റെ ഭാഗം ഒന്നാം ഘട്ടമായിരുന്നു. രണ്ടാം ഘട്ടമാണ് ഈ പറയുന്ന ഉക്രൈൻ ഒന്നാകെ തന്നെ പിടിച്ച് തങ്ങളുടെ ഭാഗമാക്കുക എന്ന് പറയുന്ന റഷ്യയുടെ മോഹം. അപ്പോൾ വിശാല ജർമ്മനി, അതായത് ആര്യന്മാർക്ക് ജീവിക്കാൻ വലിയ ഒരു ജർമ്മനി വേണമെന്നുള്ളതിൻ്റെ സ്വപ്നത്തിലാണ് അയൽരാജ്യങ്ങളെല്ലാം ഹിറ്റ്ലർ ആക്രമിക്കാൻ തുടങ്ങിയത്. അവസാനം പോളണ്ടിൽ കൈവയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇംഗ്ലണ്ട് ഇടപെടുന്നത്. ഇംഗ്ലണ്ട് ഇടപെട്ടിട്ട് പറഞ്ഞ് പോളണ്ടിനെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും എന്ന് പറയുന്നു, ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പകയുടെ പാരമ്പര്യം എവിടെ തൊട്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ, വെർസാലിസ് പാലസിൽ ഫ്രാൻസും ഇറ്റലിയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിടെയായിരുന്നു, അതേ സ്ഥലത്ത് നിന്ന് ഉള്ള വൈരാഗ്യമാണ് തുടർന്ന് വന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയത്. ഇന്നും യൂറോപ്പിലെ ഉള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് റഷ്യൻ സമൂഹത്തിന് യൂറോപ്പിനോടുള്ള ഒരു അടുപ്പക്കുറവ് അല്ലെങ്കിൽ ഒരു തർക്കം എന്ന് പറയുന്നത് സോവിയറ്റ് ഇറയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ശീതസമരത്തിൻ്റെ കാലഘട്ടത്തിലേ ഉള്ളതാണ്. റഷ്യൻസിനെ ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പണ്ട് മുതൽക്കേ യൂറോപ്യൻസിൻ്റെ ഒരു സ്വഭാവം. നമ്മൾ ഈ ജാതിയൊക്കെ പറയുമല്ലോ, ജാതി പറയുന്നത് പോലെയാണ്. ഏറ്റവും സവർണനായ യൂറോപ്പിന് ആര് എന്ന് ചോദിച്ചാൽ അത് UK കാരൻ പറയും തങ്ങളാണെന്ന് പറയും, ഫ്രാൻസുകാരൻ പറയും ഞങ്ങളാണെന്ന് പറയും, ജർമ്മൻകാരൻ പറയും ഞങ്ങളാണെന്ന് പറയും. പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു കാര്യം പറയും, റഷ്യക്കാരനെ ഞങ്ങൾക്കാർക്കും കണ്ടുകൂടാ.
അതെന്താണ് അത്രത്തോളം ഒരു റഷ്യ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിസം മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ കോവളം പോലുള്ള സ്ഥലത്ത് ഇല്ലെങ്കിൽ കൊച്ചിയിലൊക്കെയുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുന്നിടത്തൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിച്ചാൽ അറിയാൻ കഴിയും, റഷ്യൻസ് കൂടുതലായി വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഈ പറയുന്ന വെസ്റ്റേൺ യൂറോപ്പിലുള്ളവർ വരില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ജൂതനെ പറ്റിയിട്ട് മെയിൻ കാഫിൽ ഹിറ്റ്ലർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ജൂതൻ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയുമെന്നാണ്, അവൻ്റെ ദുർഗന്ധം അത്രമാത്രമെന്നാണ് ഇയാൾ എഴുതിയിരിക്കുന്നത്, ഹിറ്റ്ലർ എഴുതിയിരിക്കുന്നത്. അതുപോലെ യൂറോപ്യൻസിന് റഷ്യക്കാരോട് വലിയ വിരോധമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ശീതസമര കാലത്തെ ഈ പറയുന്ന ആശയപരമായിട്ടുള്ള വിയോജിപ്പുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഉത്തര കൊറിയക്കാരനും ദക്ഷിണ കൊറിയക്കാരനും തമ്മിൽ അടിക്കുന്നത്? ഒരേ വംശത്തിൽപ്പെട്ടവർ, ഒരേ ഭാഷ സംസാരിക്കുന്നവർ, ഒരേ ജീവിത നിലവാരവും ഒരേ ജീവിതശൈലിയും സംസ്കാരവും പുലർത്തുന്നവർ, പക്ഷേ അവർ ശത്രുക്കളായിരിക്കുന്നത് രണ്ട് ഐഡിയോളജികളുടെ പേരില്ല. അത് നമുക്കറിയാം. രണ്ടാം ലോക മഹായുദ്ധം തീരുമ്പോൾ ഈ പറയുന്ന ചൈനീസ്, റഷ്യൻ, സോവിയറ്റ് യൂണിയൻ സേന വന്ന് നിന്ന സ്ഥലമാണ് ഈ പറയുന്ന 44 പാരലൽ ലൈൻസ്. അവിടെ നിൽക്കുകയാണ്. ആ പറയുന്ന ഈ ലൈൻസിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയെന്ന്. ശരിക്കും അത് ഒറ്റ ജനതയല്ലേ? അവർ ഈ പറയുന്ന ഐഡിയോളജി, കമ്മ്യൂണിസ്റ്റും ക്യാപിറ്റലിസ്റ്റും എന്ന് പറയുന്ന ഒറ്റ ഐഡിയോളജിയിൽ ഈ പറയുന്ന ജർമ്മനി ഒന്നായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ്? മുമ്പ് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ആയിരുന്നല്ലോ, അത് തകർന്ന ഒറ്റ ജർമ്മനിയായി. അതുപോലെ യൂണിഫിക്കേഷൻ ഓഫ് കൊറിയയെ സംഭവിക്കണം. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ഇല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന് അവകാശപ്പെടുന്നവർ അത് ഇല്ലാതായാൽ മാത്രമേ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ മെർജായി സ്വതന്ത്രമായിട്ടുള്ള ഒറ്റ രാജ്യമാവുകയുള്ളൂ എന്നാണ്. അതുവരെ ഈ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. ബെർലിൻ മതിൽ പോലെ ഒരു മതിൽ കൊറിയയ്ക്കിടയിലുണ്ട്, ഇരു കൊറിയകൾക്കിടയിലുണ്ട് എന്നുള്ളതാണ്. അതിന് സമാനമായിട്ട് ഉള്ള ഈ പറയുന്ന വൈരാഗ്യമാണ് യൂറോപ്യൻസിനും റഷ്യക്കാർക്കും ഇടയിലുള്ളത് എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഈ പറയുന്ന ക്രിമിയയുടെ കാര്യത്തിനകത്ത് തായ്വാൻ എങ്ങനെ നിൽക്കുന്നു അതുപോലെ ക്രിമിയ നിൽക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ക്രിമിയയ്ക്ക് വേണ്ടി നിൽക്കാൻ റഷ്യ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സെലൻസ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് തങ്ങൾക്ക് ക്രിമിയ തിരികെ വേണം, നാറ്റോ മെമ്പർഷിപ്പ് തിരിച്ചു വേണം എന്നുള്ളതാണ്. ഈ നാറ്റോ മെമ്പർഷിപ്പ് തരണം എന്നുള്ളത്. ഇത് രണ്ടും തന്നാൽ യുദ്ധം അവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ്. പക്ഷേ അത് രണ്ടും റഷ്യയ്ക്ക് സ്വീകാര്യമല്ല. റഷ്യയ്ക്ക് ക്രിമിയ സ്വന്തമായിട്ട് വേണം, ഉക്രൈനെ പൂർണ്ണമായിട്ടും പിടിക്കണം. ഇല്ലെങ്കിൽ ഉക്രൈനിൽ അവകാശപ്പെടുന്ന മേഖലകളെല്ലാം തന്നെ, റഷ്യ അവകാശപ്പെടുന്ന മേഖലകളെല്ലാം തന്നെ റഷ്യയ്ക്ക് കിട്ടണം. ഇല്ലാതെ യുദ്ധം അവസാനിക്കില്ല. അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും ക്രിമിയ ചർച്ചയിലേക്ക് വരുമോ? അപ്പോൾ ക്രിമിയയെ പറ്റിയിട്ട് പറയുന്ന റോക്ക് ഫോർട്രസ് എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. ഈ പറയുന്ന റോമൻ പീരീഡിലൊക്കെ, മംഗോൾ കാലഘട്ടത്തിലൊക്കെ റോക്ക് ഫോർട്രസ്, അതായത് ഒരു കരിങ്കല്ല് കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു കോട്ട എന്നാണ് ആ വാക്കിനർത്ഥം തന്നെ. അപ്പോൾ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണല്ലേ ഈ പറയുന്ന ക്രിമിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ഇവർ ഇതിൻ്റെ മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പേരുടെ അധിനിവേശത്തിലൂടെ കടന്നുപോയ ഒരു ക്രിമിയ വീണ്ടും ആ ക്രിമിയെ തന്നെ ഇപ്പോൾ വീണ്ടും സംസാര വിഷയമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ രണ്ട് കൂട്ടർക്കും ഇത് എന്താ പറയുക, വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ല. ആ ഒരൊറ്റ മനസ്സിൻ്റെ പിൻബലത്തിൽ വീണ്ടും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കേണ്ട ഒരവസ്ഥ. ഈ യുദ്ധം തുടർന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ സംഭവിക്കാനുള്ളൂ. സ്വാഭാവികമായിട്ടും സംഭവിക്കുക എന്താണ്? റഷ്യ അതിനെ പിടിച്ചടക്കും എന്നുള്ളത് തന്നെയാണ്. ആ പിടിച്ചടക്കുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ അടിയറവ് പറയാം. ഈ അടിയറവ് പറയുക എന്നുള്ളത് ഒരു രാജ്യത്തലവൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അത് എന്തൊക്കെ പറഞ്ഞാലും അത് സെലൻസ്കി നേരിടുന്നുണ്ട്. സെലൻസ്കിക്ക് അറിയാം, കൃത്യമായിട്ടറിയാം സെലൻസ്കിക്ക് ഇത് വിട്ടുകൊടുക്കേണ്ടി വരിക തന്നെ ചെയ്യും. കാരണം പിടിച്ചു നിൽക്കാനുള്ള യാതൊരു ശേഷിയുമില്ല. അമേരിക്ക ഇനി ആയുധങ്ങൾ നൽകില്ല, ഫണ്ട് നൽകില്ല, നാറ്റോ രാജ്യങ്ങളും നൽകില്ല, എല്ലാവരും കൈവിട്ട് കഴിഞ്ഞു എന്നുള്ളതറിയാം. എങ്കിലും അതായത് എനിക്ക് തോന്നുന്നത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കട്ടെ, ഞാൻ തോറ്റോടിയെന്ന് ഇനി ലോകം, അതായത് ചരിത്രത്തിൽ ഇനി അത്തരത്തിലൊരു രേഖ വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാകാം ഒരുപക്ഷെ സെലൻസ്കി ഇപ്പോൾ ഈ നടത്തുന്ന നീക്കം എന്നാണ് തോന്നുന്നത്. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.